ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു നാട്ടിലെ സ്നാക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് ഉള്ളിവട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അമ്മ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി. പിന്നെ ഇന്നിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്, മോന് സ്കൂളില്ലായിരുന്നു, ഹസ്ബൻഡും വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ളിവട പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിവട പരീക്ഷിക്കാൻ നിന്നപ്പോഴത്തേന് മോൻ ആകെ വഴക്ക്, എനിക്ക് ഉള്ളിവട വേണ്ട, അതിനൊരു ഉള്ളി എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാൽ ആകെ ബഹളം. അങ്ങനെ പിന്നെ ദോശയ്ക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിരുന്നു. അതിൽ നിന്ന് പിന്നെ ഉഴുന്നെടുത്തിട്ട് കുറച്ച് അവന് വേണ്ടിയിട്ട് മാത്രം എടുത്ത് വെച്ചിരുന്നു. ഉഴുന്ന് വട പിന്നെ എപ്പോഴും ഫ്ലോപ്പാകും, എന്തെങ്കിലുമൊക്കെ പറ്റും, ഒന്നെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ലായിരിക്കും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. അങ്ങനെ നമ്മൾ ഉള്ളിവടയൊക്കെ ചുടാൻ തുടങ്ങി. ഉള്ളിവടയൊക്കെ കണ്ടപ്പോൾ നാട്ടിലെ പോലെ ആ സെയിം കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ കഴിച്ച് നോക്കിയാലെല്ലാം ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയുള്ളൂ. പിന്നെ അമ്മമാർ വീട്ടിലുള്ളപ്പോൾ നമുക്ക് എന്താഗ്രഹം പറയാമല്ലോ, അവരെന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും. എന്തായാലും അങ്ങനെ ഉള്ളിവട എല്ലാം ഉണ്ടാക്കി. നല്ല മണം, നാട്ടിലെ പോലെ നല്ല മണമൊക്കെ ഉണ്ട്. ഉഴുന്ന് വട ഏതാണ്ട് കാണുമ്പോൾ നല്ല സെറ്റായ പോലെ തോന്നിയിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഒരു എന്താ പറയുക, എല്ലാം ചുട്ട് കോരിക്കഴിഞ്ഞ് കഴിച്ച് നോക്കിയപ്പം ഉഴുന്നോടെ അടിപൊളി, നല്ല സോഫ്റ്റും നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. ഉള്ളിവട വായിലൊക്കെ ഇടുമ്പോഴേ അലിഞ്ഞു, അത്ര അടിപൊളിയായിരുന്നു ഉള്ളിവടയും. രണ്ടും നല്ലതായിരുന്നു. അപ്പോൾ അമ്മയ്ക്കൊരു വലിയ താങ്ക്സ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.